ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ ആൻഡ്രു ചെമ്മിഞ്ചേരി ഓർമ്മയായി. വേറിട്ട രീതിയിലുള്ള ഒറ്റയാൾ സമരങ്ങളിലൂടെ തന്റെ ചുറ്റുവട്ടത്തെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാനും പരിഹാരമുണ്ടാക്കാനും ശ്രമിച്ച പൊതുപ്രവർത്തകനായിരുന്നു കോടാലി സ്വദേശി ആൻഡ്രു ചെമ്മിശ്ശേരി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കോടാലിയിലും ചുറ്റുവട്ടത്തുമായുള്ള ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങളിൽ ആൻഡ്രുവിന്റെ ഒറ്റയാൾ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇവയിൽ ഭൂരിഭാഗവും പിന്നീട് പരിഹരിക്കപ്പെടുകയും ചെയ്തു. 2 പതിറ്റാണ്ട് മുമ്പ് കോടാലി ടൗണിലെ കാനകളിലൂടെ ഒഴുകിയെത്തിയിരുന്ന മലിനജലം വെട്ടിക്കൂറപ്പാടത്തെ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയപ്പോൾ മലിനജലം നിറച്ച കുടം തലയിൽ ചുമന്നുകൊണ്ട് ആൻഡ്രു ചെമ്മിശ്ശേരി മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ഒറ്റയാൾ സമരം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കോടാലി സെന്ററിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളോളം ശുദ്ധജലം പാഴായി പോയപ്പോഴും ഓവങ്ങൽ ജംഗ്ഷനിൽ റോഡിൽ കുഴികൾ നിറഞ്ഞപ്പോഴും വിഷയം അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ആൻഡ്രു വേറിട്ട രീതിയിൽ ശബ്ദം ഉയർത്തിയിരുന്നു. കോടാലി പഞ്ചായത്ത് മൈതാനത്തേക്കുള്ള റോഡിൽ കുഴികൾ നിറഞ്ഞപ്പോൾ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ആൻഡ്രു ഉന്നയിച്ചിരുന്നു. കോടാലി പൂവാലിത്തോട് പാലത്തിനടിയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും നിരന്തരം ആൻഡ്രു ശബ്ദമുയർത്തി. ഒറ്റയാൾ സമരങ്ങളിലൂടെ ആൻഡ്രു ഉയർത്തിയ ജനകീയ ആവശ്യങ്ങൾ പലതും പരിഹരിക്കപ്പെട്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് സ്ഥാപിക്കപ്പെട്ട മുരിക്കുങ്ങൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇതിനായുള്ള തന്റെ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നത് കാണാൻ കാത്തുനിൽക്കാതെയാണ് ആൻഡ്രു യാത്രയായത്. നേരത്തെ ചെന്നൈയിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ആൻഡ്രു. കോടാലി GLP സ്കൂൾ PTA പ്രസിഡന്റായും പാടശേഖര സമിതി പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചുള്ള ആൻഡ്രു ചെമ്മിശ്ശേരി മറ്റത്തൂർ സെക്കുലർ ഫോറം, കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് എന്നീ സംഘടനകളിലും സജീവമായിരുന്നു. ഹൃദയസംബന്ധമായ രോഗം ബാധിച്ച ആൻഡ്രുവിന്റെ ജീവൻ രക്ഷിക്കാൻ സുഹൃത്തുക്കളും ജനപ്രതിനിധികളും ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ച് ശസ്ത്രക്രിയയ്ക്കാവശ്യമായ തുക സമാഹരിച്ചു വരുന്നതിനിടെയാണ് മരണം. TCV കൊടകര.